നിങ്ങൾ തമ്മിലുള്ള പ്രണയബന്ധം എത്രമാത്രം ആഴമേറിയതാണ്? The soul connection intensity between you and them. ഡെഫിനറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഒരു അതായത് ഒരു മാജിക്കൽ റിലേഷൻഷിപ്പ് ആയിട്ടാണ് ഇത് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ സെപ്പറേഷനിലാണെന്ന് കാണുന്നുണ്ട്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വളരെ കുറവായിരിക്കാം. പക്ഷെ അതിൻ്റെ പേരിൽ നിങ്ങൾ രണ്ടുപേരും അതിയായിട്ട് സങ്കടപ്പെടുന്നുണ്ട് എന്നാണ് കാണുന്നത്. ആൻഡ് യെസ്, നിങ്ങളിൽ നിന്നും അകന്ന് മാറിയതിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് സങ്കടം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അവരുടെ ലൈഫിൽ കിട്ടുന്ന മറ്റൊരു സന്തോഷങ്ങളും നിങ്ങൾക്ക് പകരമാവില്ല എന്നുള്ള ഒരു തിരിച്ചറിവും ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ. ആൻഡ് യെസ്, അവർക്ക് അവരുടെ ജീവിതത്തിലുള്ള മറ്റൊരു കാര്യങ്ങളിലേക്കും അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം അവർ ഇപ്പോൾ മനസ്സിലാക്കുന്നതാണ് നിങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം. അതിനെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവാണ് ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഉണ്ടാവുന്നത്. ലൈഫിൽ മറ്റ് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും, എന്തൊക്കെ സന്തോഷങ്ങളായിരുന്നാലും സങ്കടങ്ങളായിരുന്നാലും ഒന്നും നിങ്ങളോളം ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് അവരിപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. യെസ്, മേ ബി നിങ്ങളിൽ ഒരാൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണമെന്ന് പോലും തീരുമാനിച്ചിട്ടുണ്ട്. മേ ബി നിങ്ങളായിരിക്കാം ഈ ഒരു പേഴ്സൻ്റെ അവഗണന കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇനിയും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിലപ്പോൾ മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം. പക്ഷേ ഈ ഒരു സോൾ കണക്ഷൻ, ആ ഒരു ഡെപ്ത് എന്ന് പറയുന്നത് അത്രമേൽ ആഴമേറിയതായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വ്യക്തിയെ മറക്കാനോ ഈ വ്യക്തിയെ ലൈഫിൽ നിന്നും ഒഴിവാക്കാനോ ഒന്നും കഴിയാത്തൊരു സാഹചര്യമാണ്. ഓരോ തവണയും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും മൂവ് ഓൺ ആകണമെന്ന് തീരുമാനം എടുക്കുമ്പോഴും നിങ്ങൾക്ക് കഴിയാത്തൊരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. കാരണം അത്രമാത്രം നിങ്ങളുടെ സോളുകൾ തമ്മിൽ അട്രാക്റ്റഡ് ആണ്. സ്പിരിച്വൽ കണക്ഷൻ എന്ന് പറയുന്നത് അത്രമാത്രം വലുതാണെന്നാണ് കാണുന്നത്. യെസ്, ഇത് ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണ് കൂടുതൽ പേർക്കും. ഈ വ്യക്തിക്ക് വളരെയധികം എന്താണ് മനസ്സ് എപ്പോഴും ഈ വ്യക്തിയുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്, എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന സ്വഭാവമാണ്. അതായത് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നുണ്ടാവാം, പെട്ടെന്ന് ശാന്തരാവുന്നുണ്ടാവാം. ബസ് രണ്ടുപേരും ഇപ്പോൾ സങ്കടത്തിലാണ്. അതായത് ഈ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഇനി തിരിച്ച് പഴയ രീതിയിലേക്ക് കൊണ്ടുവരേണ്ടത് എന്ന് പോലും ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അതിനൊരു വഴികളും നിങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടുന്നില്ല. രണ്ടുപേരും എന്താണ് രണ്ട് ദിശയിലേക്ക് മാറിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ രണ്ട് ദിശയിലാണെങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേർക്കും ഭയങ്കരമായിട്ടുള്ള സങ്കടമാണ്. ഒരു ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻ ആണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഓക്കെ, ഓരോ നിമിഷവും നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും നിങ്ങൾക്ക് കടന്നു പോകാനായിട്ട് വളരെ ശ്രമകരമായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, ഡ്രീംസ് കാണുന്നുണ്ട്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ നിങ്ങളെക്കുറിച്ചുള്ള ഡ്രീംസ് എപ്പോഴും കാണുന്നുണ്ട്. ഈവൻ നിങ്ങൾ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് പോലും നിങ്ങൾ ഈ വ്യക്തിയെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണും ഈ ഒരു സെയിം സിറ്റുവേഷനിലാണെന്ന് കാണുന്നുണ്ട്. ഇത് എല്ലാ കാര്യങ്ങളും നമ്മളെ മനസ്സിലാക്കി തരുന്നത് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഡെപ്ത് തന്നെയാണ്. ഓക്കെ, അവർക്കിങ്ങനെ ഈ റിലേഷൻഷിപ്പ് അകന്നു പോകുമ്പോൾ വീണ്ടും എക്സ്പെക്റ്റേഷൻ ഉണ്ടാവാണ്. ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യാണ് അവര്. ആ വ്യക്തി വീണ്ടും ആ ഒരു മെമ്മറീസിലേക്ക് പോയിട്ട് വീണ്ടും നിങ്ങളെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു കാര്യം മാത്രം, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മാത്രമാണ് അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് ആകെയുള്ള ഒരു സമാധാനം എന്ന് പറയുന്നത് നിങ്ങളുടെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആ ഒരു നിമിഷങ്ങളാണ്, ദിവസങ്ങളാണ് എന്നാണ് ഇതിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചേരണമെന്നും ഒരു റിയൂണിയൻ ഉണ്ടാവണമെന്നും വളരെയധികം ആത്മാർത്ഥമായിട്ട് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അത്രമാത്രം ഒരു ഡീപ്പ് സോൾ ബോണ്ടിങ് ആണ് നിങ്ങൾ തമ്മിലുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ പലർക്കും ഈ ഒരു വ്യക്തിയുമായിട്ട് കാണുന്ന മാത്രയിൽ തന്നെ ഭയങ്കര അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടാവാം. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങളോടൊപ്പം ഉണ്ടാവണം എന്നൊക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാവണം. അതൊക്കെ നിങ്ങളുടെ സോളുകൾ തമ്മിലുള്ള അട്രാക്ഷൻ കൊണ്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ എത്രത്തോളം സെപ്പറേറ്റഡ് ആയിരുന്നാൽ പോലും നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു അട്രാക്ഷൻ, സ്പിരിച്വൽ അട്രാക്ഷൻ ഒരിക്കലും കുറഞ്ഞു പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തിയെ മറക്കാനോ
ഈ വ്യക്തിയിൽ നിന്ന് അകന്ന് മാറാനോ പോലും നിങ്ങൾക്ക് കഴിയാത്തത്. ഇപ്പോഴും നിങ്ങൾ ഈ നിമിഷത്തിൽ പോലും ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. യെസ്, ദ ലവേഴ്സ്. ഇതിൽ കൂടുതൽ വ്യക്തത വരാനായിട്ടൊരു കാര്യവുമില്ല. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം എന്ന് പറയുന്നത് അത്രമാത്രം ആഴമേറിയതാണ്. നിങ്ങളെ അത്രയധികം അവര് സ്നേഹിക്കുന്നുണ്ട്, പ്രണയിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ. യെസ്, അവരുടെ ലൈഫിൽ മേ ബി അവർക്ക് ഒരുപാട് നെഗറ്റീവ് സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം, ടോക്സിക് സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. എങ്കിൽ പോലും നിങ്ങളുമായിട്ടുള്ള ആ ഒരു പ്രണയബന്ധം എപ്പോഴും അവർ തുടർന്നു പോകാനായിട്ടും ലൈഫിൽ എപ്പോഴും നിങ്ങൾ അവരോട് ഒപ്പം ഉണ്ടാവണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി അവർക്ക് ഒരുപാട് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഒരുപാട് സ്ട്രഗിൾസ് അവരുടെ ലൈഫിൽ ഉണ്ടാവാം. അതിനോടെല്ലാം അവർ ഫൈറ്റ് ചെയ്യുന്നുണ്ടാവാം. എങ്കിലും ഒരിക്കലും നിങ്ങളോടുള്ള പ്രണയബന്ധം ഉപേക്ഷിക്കാൻ അവർ തയ്യാറല്ല. യെസ്, അൺകണ്ടീഷണൽ ലവ്. ഏസ് ഓഫ് കപ്സ് ആണ്. അതായത് അവരുടെ ഹൃദയത്തിൽ ഇപ്പോൾ നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഓവർഫ്ലോയിങ് ആയിട്ടാണ് കാണുന്നത്. അത്രമാത്രം പവിത്രമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് ഇതെന്ന് കാണുന്നുണ്ട്. ആൻഡ് യെസ്, ഓരോ നിമിഷവും അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു പ്രതീക്ഷ, ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടെന്ന് കാണുന്നുണ്ട്. എപ്പോഴും നിങ്ങളുടെ ആ ഒരു എന്താണ് തിരിച്ചു വരവിനായിട്ട് ആ വ്യക്തി കാത്തിരിക്കുന്നുണ്ട്. എത്രമാത്രം സങ്കടത്തിലായിരുന്നാൽ പോലും എത്രമാത്രം സ്ട്രഗിൾസ് ഉണ്ടായിരുന്നാൽ പോലും നിങ്ങൾ ഓരോ സന്തോഷത്തിലും സങ്കടത്തിലും അവരോടൊപ്പം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾക്കും ഈ ഒരു സെയിം സിറ്റുവേഷൻ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ. I need your time and commitment. I know I didn't provide you the things you deserve, but now I am ready. Okay. നിങ്ങളുടെ സ്നേഹവും കമ്മിറ്റ്മെന്റും ടൈമും ഒക്കെ ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അർഹിക്കുന്ന ഒരു സ്നേഹം ആ വ്യക്തി നിങ്ങൾക്ക് നൽകിയിട്ടില്ല എന്നുള്ളൊരു കാര്യം അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അവർ നിങ്ങൾക്ക് ആ ഒരു സ്നേഹം നൽകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഐ ഫിയർ യു വിൽ നെവർ ഫർഗീവ് മീ. നിങ്ങൾ അവരോട് ക്ഷമിക്കില്ല എന്ന് പോലും അവര് പേടിക്കുന്നുണ്ട്. ഐ കാൺ ലിവ് വിത്തൗട്ട് യു. ഇപ്പോൾ അവർ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, അവർക്ക് നിങ്ങളില്ലാണ്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, ജീവിക്കാൻ പോലും കഴിയില്ല. ഓക്കെ. യു ആർ മൈ ഹെവൻ ഓൺ എർത്ത്. ഓക്കെ, ഭൂമിയിലെ സ്വർഗമാണ് നിങ്ങളെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഐ എം വാച്ചിങ് ഫ്രം ദി ഔട്ട്സൈഡ്. യെസ്, നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവർ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് സ്പൈ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം മറ്റു വ്യക്തികൾ വഴിയെല്ലാം അവർ അറിയുന്നുണ്ട്. ഓക്കെ. ആൻഡ് ഐ എം വെയിറ്റിംഗ് ഫോർ ദി റൈറ്റ് ടൈം. ഓക്കെ, ഒരു യഥാർത്ഥമായിട്ടുള്ള അല്ലെങ്കിൽ റൈറ്റ് ടൈമിന് വേണ്ടിയിട്ട് അവരിപ്പോഴും വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ ഡിഡ്ന്റ് റിയലൈസ്ഡ് ഏർലിയർ ദാറ്റ് ദിസ് ലവ് ഈസ് ഡീപ്പ് ഇൻസൈഡ് മീ. ഓക്കെ, ഇപ്പോഴാണ് അവരുടെ മനസ്സിൽ ഇത്രമാത്രം ആഴമേറിയ ഒരു സ്നേഹം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് എന്നവർ മനസ്സിലാക്കിയത്. മേ ബി നിങ്ങൾ സെപ്പറേറ്റഡ് ആയ നിമിഷത്തിലാണ് ഈ സ്നേഹത്തിന്റെ ഒരു വാല്യൂ, ഈ റിലേഷൻഷിപ്പിന്റെ ഡെപ്ത് എത്രമാത്രം വലുതാണെന്ന് അവർ മനസ്സിലാക്കിയത്. ഓക്കെ.